ഹലോ. അപ്പം ഞങ്ങളിന്ന് പോണത് ചീരംകുളങ്ങര പൂരത്തിന് തന്നെയാണ്. ഞാനും കുഞ്ഞാറ്റയും വിഷ്ണുവേട്ടനും കൂടിയിട്ടാണ് കേട്ടോ പോണത്. പൂരത്തിന് പോകുമ്പോൾ നമ്മൾ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. മീഷോന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. ഞങ്ങൾ ആദ്യം പോണത് ജിഷ്ണേട്ടൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. നമ്മളെന്നെ പൂരം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അങ്ങനെ നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് എത്തി. ഇതാണ് ഞങ്ങളുടെ അമ്മ. പിന്നെ വീടിൻ്റെ അടുത്തുള്ള പറമ്പിൽ ഒരു ആനേനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളത് കാണാൻ പോയി കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അവനെ കാണാൻ നല്ല ചന്തമുണ്ടെങ്കിലും നമുക്ക് അവൻ്റെ പേരൊന്നും അറിയില്ല കേട്ടാ. എന്നാലും അവൻ്റെ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവൻ്റെ പേരറിയിച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ആനേനൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു 4 മണിയായപ്പോൾ പൂരപ്പറമ്പിലേക്ക് ഇറങ്ങി. 4 മണിയായി പണ്ട് കാര്യമില്ല, നല്ല വെയിൽ. വീട്ടിൽ നിന്ന് പൂരപ്പറമ്പിലേക്ക് കുറച്ച് നടക്കാണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഉള്ള കാരണം വണ്ടി എടുക്കാൻ നിന്ന്. ഞാനും ജിഷ്ണേട്ടനും കുഞ്ഞാറ്റെ അമ്മായിയുടെ 2 പിള്ളേരും കൂടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. വെയിലത്തുനിന്ന് വന്നോണ്ടെന്നറിയില്ല, എല്ലാവർക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മളൊരു തണ്ണിമത്തൻ ജ്യൂസാണ് കുടിച്ചത്. പിന്നെ നമ്മൾ കഴിച്ചത് ഉപ്പിലിട്ടതായിരുന്നു. ഞാനും ജിഷ്ണേട്ടനും പേരയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ പൈനാപ്പിൾ കൊണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ കുഞ്ഞാറ്റെ ഞങ്ങളെ കൊണ്ട് പറഞ്ഞെടുപ്പിക്കണതാണ് കേട്ടോ, വ്ളോഗിൽ ഇടാൻ പറഞ്ഞിട്ട്. പിള്ളേർ പറഞ്ഞ പിന്നെ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ. പൂരപ്പറമ്പിക്ക് എത്തിയിട്ട് ഇത് ഓരോ കമ്മിറ്റിയുടെ പരിപാടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്ര നേരം ഞങ്ങൾ നോക്കി നിന്നിരുന്നതിനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളൊന്ന് സീനാക്കി. പിന്നെ പാപ്പാൻ അതിനെ നടച്ചങ്ങളൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയി അവിടെ നിന്ന്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആനപ്പൂരം കാണാൻ വേണ്ടിയിട്ട് നിന്നോട്ടോ കുറച്ച് നേരം. 50-ൽ പരം ആനകളുണ്ടായിരുന്നു. ഞാൻ ഈ ചീരംകുളങ്ങര പൂരത്തിന് പോണത് ആദ്യമായിട്ടാണ് കേട്ടോ. ആനപ്പൂരം പകുതി ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് വരണ വഴിക്ക് ഒരു പാനിപ്പൂരം കഴിച്ചു. ഇനി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ഫോൺ ഓഫായി പോയി. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.